ചാമ്പ്യൻസ് ലീഗ് അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് എത്തുന്നു. അടിച്ചു കയറി കപ്പടിച്ച് റിയൽ മാഡ്രിഡ്. ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ചാമ്പ്യൻസ് ലീഗിൽ റിയൽ മാഡ്രിഡിന്റെ 15ാം കിരീട നേട്ടം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഡോട്ട്മുണ്ടിന്റെ കയ്യിലായിരുന്നു കളികൾ. നിരവധി മികച്ച അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടും അത് മുതലെടുക്കാൻ കഴിയാതെ നിരാശരായി മടങ്ങേണ്ടി വന്നു. എന്നാൽ റയലാവട്ടെ ആദ്യ പകുതിയിൽ അങ്ങനെ മികച്ച അവസരങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങുമ്പോൾ ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിലായിരുന്നു. എന്നാൽ റയലിന്റെ ആദ്യ ഗോളിന് വഴിയൊരുക്കിയത് കോർണറായിരുന്നു. ടോണി ക്രൂസിന്റെ അതിമനോഹരമായ കോർണർ കിക്ക് കാർവഹലിന്റെ തലയിലേക്ക്. കാർവഹൽ അത് കൃത്യമായി വലയിലേക്ക്. 74ാം മിനിറ്റിൽ 1-0 ലീഡും റയൽ കുറിച്ചു. എന്നാൽ രണ്ടാമത്തെ ഗോൾ 83ാം മിനിറ്റിലായിരുന്നു. ഡോട്ട്മുണ്ടിന്റെ ഡിഫൻസീവിൽ വന്ന പിഴവുകളിൽ നിന്ന് വിനീഷ്യസ് ജൂനിയർ എടുത്ത കിക്ക് അതിമനോഹരമായി വലയിലേക്ക്. 2-0 കുറിച്ച് റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ഉറപ്പിച്ച നിമിഷം. ഗോളിനായി പൊരുതിയെങ്കിലും ഒരു ആശ്വാസ ഗോൾ നേടിയെന്ന് പറഞ്ഞ നിമിഷം ഒരു ഓഫ് സൈഡിലൂടെ ആ ഗോൾ മടക്കി വിളിക്കുന്നു. ചാമ്പ്യൻസ് പട്ടമുയർത്തുമ്പോൾ 2-0 ലീഡുമായി റിയൽ മാഡ്രിഡ് വായുന്നു. 15ാം കിരീടത്തിൽ മുത്തമിടുമ്പോൾ റിയൽ മാഡ്രിഡ് ഏറെ സന്തോഷത്തിലാണ്. എന്നാൽ അതിലേറെ നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയും ഒരു വാർത്തയും ഈ മത്സരം കഴിയുന്നതോടുകൂടി വരുന്നു. പുതിയ സീസണിലേക്ക് പല താരങ്ങളുമില്ല. അതിനു മുൻപ് അവരെല്ലാം പടിയിറങ്ങുന്നു. ചാമ്പ്യൻസ് ലീഗിൽ 6 കിരീടങ്ങൾ നേടിയ ടോണി ക്രൂസും ലൂക്ക മോഡ്രിച്ചും അടുത്ത സീസണിൽ ഉണ്ടായേക്കില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ നാച്ചോക്കും കാർവഹലിനും ഇത് 6ാമത്തെ കിരീടം തന്നെയാണ്. കിരീടം മോഹിച്ച് ആരും റയലിന്റെ മുന്നിലേക്ക് വരണ്ട. ഇത് ചാമ്പ്യൻസ് ലീഗാണ്. ഇത് ഞങ്ങളുടെ ലീഗാണ്. പുതിയ സീസണിലും പല മാറ്റങ്ങളും ഉണ്ടാവും. പക്ഷെ റിയൽ മാഡ്രിഡിന്റെ കളിശൈലിക്കോ ഗോളടിക്കോ ഒരു മാറ്റവും ഉണ്ടാവില്ല. അത് തുടരാൻ അവരുടെ കയ്യിൽ തന്ത്രങ്ങളുണ്ട്. ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും.